ഒരു വിജനമായ പ്രദേശത്തുകൂടിയാണ് അനൂപും രാജുവും നടന്നു പോകുന്നത്. 10ാം ക്ലാസ്സിലെ അവസാന പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും ഇറങ്ങി നടക്കുകയായിരുന്നു അവർ. അങ്ങനെ അവർ കുറേ ദൂരം നടന്നു. അവരുടെ യാത്രയുടെ ഉടനീളവും പേടിയും കൗതുകവും ഒക്കെ നിറഞ്ഞതായിരുന്നു. അവർ നടന്നു പോകുന്ന ഇടവഴി ശാന്തമായി കിടക്കുകയാണ്. ഒരു യാത്രക്കാർ പോലും കാണുന്നില്ല. ഒരു വീട് പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. രണ്ടുപേരും ചുറ്റും നോക്കിക്കൊണ്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ഇടയ്ക്ക് രാജു ചോദിക്കുന്നുണ്ട്, ഇനി ഒരുപാട് ദൂരമുണ്ടോ എന്നൊക്കെ. അറിയില്ല, കുറച്ച് ദൂരം കാണുമെന്നൊക്കെയാണ് അനൂപ് പറയുന്നത്. ആ ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിൽ എന്തുവാണുള്ളത്? രാജു വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചാണ് അങ്ങനെ ചോദിക്കുന്നത്. അവിടെ ഒരു പ്രതിമയുണ്ടടാ, ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ഒരു പ്രതിമ. അതിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്തുവാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. ഇതിനു മുൻപ് നീ അവിടെ പോയിട്ടുണ്ടോ എന്നാണ് രാജു ചോദിക്കുന്നത്. ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ അച്ഛനും കൂട്ടുകാരും അവിടെ പോയിട്ടുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവർ ഇന്നലെയും കൂടി വീട്ടിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. നിന്റെ അച്ഛനും കൂട്ടുകാരും ആ പ്രതിമയിലുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോ? രാജു ഇങ്ങനെ ചോദിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ചുറ്റുപാടുമുള്ള വിജനതയിലേക്കൊക്കെ ആയിരുന്നു. പ്രതിമയെ കണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പ്രത്യേകത എന്താണെന്ന് അവർ കണ്ടുപിടിച്ചിട്ടില്ല. അവർ എന്നെങ്കിലും കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനു മുൻപ് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കണം. അനൂപെ, എനിക്ക് പേടിയാകുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? രാജു അനൂപിൻ്റെ കയ്യിൽ പിടിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ നിൻ്റെ കൂടെ. നീ വാ, നമുക്ക് ആ പ്രതിമയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഉടനെ ഇങ്ങ് തിരിച്ചു വരാം. സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യാം. അതോടെ അവർ നടത്തേക്ക് സ്പീഡ് കൂട്ടി. രാജു പേടിക്കുന്നുണ്ടെന്ന് അനൂപിന് മനസ്സിലായപ്പോൾ അനൂപ് വീണ്ടും പ്രതിമയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതൊരു ദേവതയുടെ പ്രതിമയാണെന്നും അത് പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും അത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു പ്രതിമയാണെന്നും ഒക്കെ അനൂപ് പറയുന്നുണ്ട്. അത് കണ്ണുകളടച്ച് ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് ആ പ്രതിമയെ സ്ഥാപിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് അനൂപ് പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ ആ പ്രതിമയ്ക്കകത്ത് നിധി ഉണ്ടാകും. രാജു സംശയം പ്രകടിപ്പിച്ചു. നീ എന്തുവാ ഈ പറയുന്നത്? ആ പ്രതിമയ്ക്കകത്ത് എങ്ങനെ നിധി ഒളിപ്പിക്കും? അത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു പ്രതിമയല്ലേ? അതല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനകത്ത് നിധി ഉണ്ടാകും. നിധി അന്വേഷിച്ച് വന്നവരായിരിക്കും ആ ക്ഷേത്രം അങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത്. നീയല്ലേ പറഞ്ഞത് അത് പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രമാണെന്ന്? നിധിയൊന്നുമല്ല, മറ്റെന്തോ ആണ്. അത് ആ ക്ഷേത്രത്തിനകത്തൊന്നുമല്ല ആ രഹസ്യമുള്ളത്. ആ രഹസ്യമുള്ളത് പ്രതിമയിലാണെന്നാണ് പറയുന്നത്. നീ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് പോരുന്നത്? രാജുവിൻ്റെ ശബ്ദം വിറച്ചിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞായിരുന്നോ എന്ന് അനൂപ് തിരിച്ച് ചോദിക്കുന്നൊക്കെയുണ്ട്. ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് പേടിയാകുന്നു. നമുക്കിനി തിരിച്ചു പോയാലോ? വേറൊരു ദിവസം വരാം. എന്താ? രാജു ചോദിക്കുകയായിരുന്നു. എനിക്ക് പേടിയൊന്നും തോന്നുന്നില്ല, നീ വാ. അനൂപ് രാജുവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. കുഞ്ഞുങ്ങളെ, ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഒരു വയസ്സായ ഒരു അമ്മൂമ്മ കയ്യിൽ വടിയും കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവരുടെ ശബ്ദം അവർക്ക് വിചിത്രമായി തോന്നി. അവർ ഭീതിയോടെ ആ അമ്മൂമ്മയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അമ്മൂമ്മ ഒന്ന് ചിരിച്ചു, പക്ഷേ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. രാജു അതിശയത്തോടെയാണ് അവരുടെ കണ്ണുകളിൽ തന്നെ തുറിച്ചു നോക്കിയത്. നമുക്ക് ഓടിപ്പോകാം, രാജു ശബ്ദം താഴ്ത്തി അനൂപിനോട് പറഞ്ഞു. അതിന് മറുപടി പറയാതെ അനൂപ് അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് അമ്മൂമ്മേ. ഇവിടെ അടുത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രമില്ലേ? അവിടേക്ക് പോകണമായിരുന്നു. അവിടേക്കോ? അവിടേക്ക് ആരും പോകാറില്ല കുട്ടികളെ. അവിടെ ആരാധനയും മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമല്ലേ. അവിടേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? അതിനെന്താ, പറഞ്ഞു തരാമല്ലോ. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു കയറ്റമുണ്ട്. ആ കയറ്റം അവസാനിക്കുന്നത് ആ ക്ഷേത്രത്തിലേക്കാണ്. ഇത്രയും പറഞ്ഞിട്ട് അവർ പതിയെ മുന്നോട്ട് നടന്നുപോയി. നന്ദിയുണ്ട് അമ്മൂമ്മേ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൂപ് ആവേശത്തോടെ മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ രാജു നടക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ആ അമ്മൂമ്മയെ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ എവിടെ പോയി എന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ അനൂപ് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് മുന്നോട്ട് നടന്നു പോകുന്നത്. രാജു, ദോണ്ട നോക്കി, ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളല്ലേ ആ കാണുന്നത്. പറഞ്ഞു തീർന്നതും അനൂപ് സന്തോഷത്തോട് ഓടിപ്പോവുകയാണ്. കൂടെ രാജുവും ഓടിച്ചെന്നു. അവർ അങ്ങനെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ അത്ഭുതത്തോടെ ചുറ്റുപാടും നോക്കുന്നു. ദോണ്ടെ ആ പ്രതിമ കണ്ടോ? രാജു പ്രതിമയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവർ ആ പ്രതിമയെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു.
പൊടിപടലങ്ങൾ തുടച്ചു മാറ്റുന്നു. എന്നിട്ട് ആ പ്രതിമയ്ക്ക് ചുറ്റും സൂക്ഷ്മതയോടെ ചുറ്റുപാടും നടക്കുകയാണ്. അത് ഒന്ന് തള്ളി നോക്കുന്നു. അത് അനക്കമില്ല. നല്ല കട്ടിയുള്ള പ്രതിമയല്ലേ? എടാ അനൂപേ, ഇതിനകത്ത് എന്തോ പ്രത്യേകതയുള്ളത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, രാജു പറയുകയാണ്. എന്നാ നീ ഇവിടെ നിന്ന് അതെന്തുവാണെന്നൊന്ന് കണ്ടുപിടിക്ക്. ഞാൻ അകത്ത് കയറി നോക്കട്ടെ. രാജു ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. രാജു അവിടമാകെ അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് വെളിയിൽ നിന്നും അനൂപിൻ്റെ വിളി കേട്ടത്. രാജു, ഓടിവാടാ! അനൂപിൻ്റെ ശബ്ദം കേട്ട് രാജു ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. എടാ രാജു, ഞാൻ ഈ പ്രതിമയുടെ രഹസ്യം കണ്ടുപിടിച്ചു. വാ,